ഇവിടെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഇവിടെ ഇനിയും മോസ്റ്റ് ഓഫ് ദ സോങ്സ് ആർ ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ മ്യൂസിക്. ഇവിടെ ഇനിയും നോട്ട് ഓൺലി അറ്റ് ദാറ്റ് ടൈം, ഈ ഇനിയും കുറേ ന്യൂ ജനറേഷൻ പാട്ടുകൾ വന്നാണെങ്കിലും ബേസിക്കലി ഈ മലയാളം ഫിലിം സോങ്സ് ഹാവ് ബീൻ ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ മ്യൂസിക്. അതുകൊണ്ട് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഓൺലി ഇൻ ദി ഹിന്ദി ഫിലിം പോലും. അതിന് പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് അത് നല്ല പാട്ടുകൾ യേശുദാസ് സാറൊക്കെ അതിന് എയ്റ്റീസിലെ സിനിമ ആണെങ്കിൽ പ്രേം നസീറിൻ്റെ സിനിമകൾ, പ്രേം നസീർ 70s തുടങ്ങുകയാണെങ്കിലും 80s വരെ ഉണ്ടായിരുന്നല്ലോ. ഈ കാര്യം നിസ്സാരമോ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോഴല്ല വന്നത്, 85, 86 അല്ലേ വന്നത്. സാർ ഇവിടെ വരുന്നത് 86 ഞങ്ങളവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ സിനിമ ഓടുന്നത് ഈ മാലയോഗം, പാഞ്ചാഗ്നി, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വടക്കൻ വീരകഥ വന്നു. അന്ന് ഈ നമ്മുടെ കണ്ട ഈ എല്ലാ സിനിമകളും 85 വന്ന ശേഷം ഉള്ള സിനിമകൾ, അന്ന് മുകേഷിൻ്റെ കുറേ പടങ്ങളുണ്ടായിരുന്നു. മുകേഷ്, ജഗദീഷ്, മോഹൻലാൽ, മമ്മൂട്ടി, അവരുടെ സുരേഷ് ഗോപി അന്ന് വന്നേ ഉള്ളൂ. ഈ പോലീസ് സിനിമകളിലെ സുരേഷ് ഗോപിയായിട്ട് നമ്മൾ സിമിലർ ആയിട്ടുള്ള ഒരു 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 ക്യാരക്ടറിനെയാണ് മീഡിയ സാറിനെ മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു സുരേഷ് ഗോപി പടം കാണും പോലെയാണ് ഋഷിരാജ് സിംഗ്. ഒരിക്കലും ശരിയല്ല. സുരേഷ് ഗോപി ഞാൻ പറഞ്ഞിട്ടുണ്ട്, വി ആർ ഇൻ ഗുഡ് റിലേഷൻ. അദ്ദേഹം ശ്വാസം എടുക്കാത്ത ആ നീണ്ടമായ പ്രസംഗം എനിക്ക് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ പറയുകയാണ് നാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് തീർക്കണമെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ടേക്സ് 3 to 4 minutes. കമ്മീഷണറൊക്കെ ശരിക്കും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ സാർ? പിന്നെ കമ്മീഷണർ പിന്നെ DCP ആയ സമയത്തിൽ വന്നതാണ്. അതേപോലെ ഏകലവ്യൻ സിനിമ, ഏകലവ്യനും അന്ന് ഞങ്ങൾ കണ്ടതാണ് വന്നത്. ഏകലവ്യനും ഇതെല്ലാം ഒരുമിച്ച് വന്ന സിനിമകളാണ്. ഏകലവ്യൻ, കമ്മീഷണർ, മാഫിയ, ഇതെല്ലാം. ഈ CBIയിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. CBIയിലെ ഒരു അനുഭവം, എന്തൊക്കെ തരത്തിലുള്ള ജോലികളാണ് അവിടെ ചെയ്തിരുന്നത്? അത് ആൻറ്റി കറപ്ഷനിലായിരുന്നു. 5 വർഷം ആൻറ്റി കറപ്ഷൻ എന്ന് വെച്ചാൽ ബോംബെയിലായതുകൊണ്ട് അവിടെ കറപ്ഷൻ്റെ ഒരു അവസാനവും ഇല്ല. ഓഫീസേഴ്സ് ആയാലും നാട്ടുകാരായാലും ലെവൽ ഓഫ് കറപ്ഷൻ ഈസ് വെരി വെരി ഹൈ. അപ്പോൾ അവിടെ പിന്നെ അവസാനത്തെ അങ്ങനെ വേണമെങ്കിൽ എത്രയോ കേസ് ദിവസേന പിടിക്കാമോ. അവസാനത്തെ ഡയറക്ടർ പറഞ്ഞു 100 കോടി താഴെ കേസ് എടുക്കാൻ നമുക്ക് സമയമില്ല. ആ ലെവലാണ് കറപ്ഷൻ്റെ അന്ന് 2008, 2009. പ്ലീസ് സീ ദാറ്റ് കേസ് ഷുഡ് ബി മോർ ദാൻ 100 crores. അത് ആലോചിച്ചു നോക്കും. പിന്നെ ആ രീതിയിലൊക്കെ അങ്ങനെ ഒന്നും എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ആളില്ലാതെ ആകെ കുറച്ച് ആളുകൾ. CBIയുടെ സ്ട്രെങ്ത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? മൊത്തം ഇന്ത്യ രാജ്യത്തിൽ CBIയുടെ സ്റ്റാമ്പ് മേ ബി നോട്ട് മോർ ദൻ 2000, 3000 അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് കേസല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എടുക്കുന്ന കേസ് വലിയ രീതിയിൽ അതിനകത്ത് കൺവിക്ഷൻ റേറ്റ് ഈസ് മോർ ദാൻ 80%. കാരണം ഒരാൾക്ക് 1-2 കേസ് ഒരു വർഷത്തിൽ ചെയ്യാനേ കഴിയുള്ളൂ. 2 കേസിനേക്കാൾ കൂടുതൽ കേസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് കൊടുക്കാൻ പാടില്ല. 2 കേസ് മാത്രം ഉണ്ടെങ്കിൽ നല്ല അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു വയസ്സൊക്കെ ഒരു വർഷത്തിൽ ഒരു 300ഓളം 400ഓളം കേസ് ഇയാൾ തന്നെ ഒറ്റയ്ക്ക് ഇയാൾ അന്വേഷിക്കണം. അതുകൊണ്ടാണ് ചിലപ്പോൾ കൺവിക്ഷൻ റേറ്റ് കുറഞ്ഞു പോകും. ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ, മനുഷ്യരല്ലേ. അത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ ഏതെങ്കിലും ബുദ്ധിവൈഭവം കൂടിയ ഉദ്യോഗസ്ഥരെന്നുള്ളത് കൊണ്ടല്ലല്ലോ ഈ പറയുന്ന കൺവെൻഷൻ റേറ്റ് വരുന്നത്. ഇല്ല, അതൊന്നുമില്ല. അത് ചെയ്യാൻ ബേസിക്കലി ബേസിക് ഇൻവെസ്റ്റിഗേഷൻ കേരളമായാലും CBI ആയാലും എവിടെയായാലും ചെയ്യുന്നത് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഒക്കെയാണ്. അവരെന്തു ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫയൽ നമ്മുടെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ. അത് അത് ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കാനുള്ള ജോലി നമുക്ക് ഉള്ളൂ. ഈ നമ്മൾ സിനിമയിൽ CBI കാണുന്നത് പോലെ ഭയങ്കര ഇൻ്റലിജൻസ് ഉള്ള ഭയങ്കരമായ ഇന്റലിജൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു UPSC പരീക്ഷ പാസ്സായവരാണ് അവരെല്ലാം. CBIൻ്റെ ഓൾ സെലക്ഷൻസ് ആർ ത്രൂ UPSC. പരീക്ഷ പാസ്സാക്കിയാൽ എത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അവിദഗ്ധമായ ആളുകൾ അവിടെ ഒന്നും ഉണ്ടാകാറുണ്ട്. അത് അടിസ്ഥാനമില്ലാത്തതാണ്. ആർക്കും പാസ്സായി ജോലി ചെയ്യും. സാധാരണ ഒരു ജോലി തന്നെയാണതും. ശരി, ഒരു പാട്ടുകൂടെ പാടി നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഏതെങ്കിലും ഒരു മലയാളം പാട്ട്. 4 lines.
ചന്ദനലേപ്പു സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ. ചന്ദനലേപ്പു സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ. മൈവർണ്ണ പെട്ടി തുറന്ന് കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. യൗവനമോ ഋതുദേവതയോ. ചന്ദനലേപ്പു സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ. ഇത് കേട്ട് പഠിച്ചതാണോ അതെ ലിറിക്സ് നോക്കി പഠിച്ചതാണോ? അല്ല, അന്ന് എഴുതി വെച്ചിട്ട് എഴുതി വെച്ച് ഇംഗ്ലീഷിൽ എഴുതി വെക്കോ ഹിന്ദിയിലും മലയാളത്തിൽ എഴുതി വെക്കോ? മലയാളത്തിലും എഴുതും. ചില ഒരു വളരെ കട്ടിയായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹിന്ദിയിലും എഴുതും. അതൊരു ഉദാഹരണം പറയാം. നമ്മുടെ ONV സാർ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആരെയും ഭാവഗായകനായി നമ്മൾ ശീർഷരായി നിൽക്കുന്നിൽ നമ്മൾ ശീർഷരായി നിൽക്കുന്നിൽ മുമ്പിൽ പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു 2-3-4 വർഷമായി. ഒരു ദിവസം ഞാൻ പോയി. ഞാൻ ഒരു ദിവസം ഞങ്ങൾ പാവങ്ങളോട് സാറേ എന്ത് ദ്രോഹമാണ് സാർ കാണിച്ചത്. അത് ചിരിച്ചു. എന്താ വാട്ട് ഈസ് ദ പ്രോബ്ലം? ഞാൻ ഒരു ദിവസം സാറ് ഞാനിത് ആരോട് ജോയാണ് എൻ്റെ ടീച്ചർ. ജോയ് പറഞ്ഞ ഒരു കീബോർഡ് ജോയ്. ഞാൻ ഇത് അർത്ഥം എന്താണോ? സാർ ഒന്നുമില്ല, ഒരു സ്ത്രീ ഇങ്ങനെ തോളത്തിൽ നിൽക്കുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു സാർ ആ ജോയ് പറയുന്നു ഒരു തോളത്തിൽ നിൽക്കുന്ന അത് മാത്രം എഴുതിയാൽ മതിയായിരുന്നല്ലോ സാർ. എനിക്ക് 4 വർഷമായി ഇങ്ങനെ പാടാൻ പറ്റില്ല സാർ. ഇല്ല ഇത് അദ്ദേഹം തിരിച്ചു വന്നു. വേറെ ഒന്നുമില്ല. നമ്മൾ ശീർഷരായി മുൻകോന്നിൽ മുമ്പിൽ അദ്ദേഹത്തെ ഒരു അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങളൊക്കെ മലയാളിയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. വലിയ രഹസ്യമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കുസലത്തുണ്ടെങ്കിൽ പിന്നെ ഹിന്ദിയിലും എഴുതാം. അങ്ങനെയാണ് ചെയ്യുന്നത് സാർ. അതേപോലെ തന്നെ ഈ കുട്ടികളുമായിട്ട് ഒരുപാട് ഇൻട്രാക്ഷൻ അവസരം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ള കുട്ടിത്തം ശരിക്കും ഉയരുന്നില്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുട്ടികൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും സാറിനെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ മീശ അവർക്ക് ഒരു എപ്പോഴും ഒരു കൗതുകമാണ്. എൻ്റെ പേര് കുട്ടികളുണ്ട്, അവർക്ക് മീശ ഒരു പേര്. മീശ ഒരു ചർച്ചാ വിഷയമാണ്. കുട്ടികൾ പിടിച്ചു നോക്കുമോ വന്നിട്ട് കൗതുകത്തോടെ? അവർക്ക് ഇല്ലാത്ത സാധനത്തിനാണ് അവർക്ക് ഈ കൗതുകം കൂടുന്നത്. കണ്ണാടിനോട് കുട്ടികളത് വലിയ കാര്യമാണ്. കണ്ണാടി, മീശ, പേന. ബിക്കോസ് ദീസ് ആർ ദ തിങ്സ് വിച്ച് ദേ ഡോണ്ട് യൂസ്. ഈ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ കുറെ കൂടെ നമുക്ക് എങ്ങാവാൻ പറ്റുന്നില്ലേ? ഒരു ചൈൽഡിഷ്നെസ് ഒക്കെ നമുക്ക് കൂടില്ലേ? ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പുതിയ ഒരു മാനേജ്മെന്റ് തിയറികൾ ഇപ്പോൾ അലങ്കരിക്കുന്നു. പറയുന്നത് ഓൾവേസ് റിമെയിൻ വിത്ത് ദ പീപ്പിൾ ഹു ആർ ഓഫ് വെരി യങ് ടു യുവർ ഏജ്. നമ്മൾ അതും ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ അവർക്ക് ഭാവങ്ങൾ, അവർക്ക് സംസാരിക്കാനുള്ള രീതികൾ, അവർക്ക് സെൻറ്റിമെൻറ്റ്സും ഇമോഷൻസും ഒക്കെ ദേ ആർ ഡിഫറെൻറ്റ്. നമ്മൾ ആ രീതി നമ്മളത് അനുഭവിച്ചിട്ട് വന്നവരാണ്. അവർക്ക് കൂടെ ഉണ്ടായാൽ യു വിൽ ഫീൽ ഓഫ് ദാറ്റ് ഏജ് ഓൺലി. അതാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ എങ്ങായിട്ട് തന്നെ ഇരിക്കാൻ കഴിയട്ടെ, പാട്ടുമൊക്കെ തുടരട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.